ക്രിക്ടോക്സ് തണുപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇപ്പൊ എല്ലാ ടീമുകളും 10 റൗണ്ട് മത്സരം കളിച്ചു. ശരിയാണ്, SRHും നമ്മുടെ DC-യും 11 മത്സരം കളിച്ചിട്ടുണ്ട്, കാര്യം മറക്കുന്നില്ല. എന്നാൽ പോലും നമുക്ക് ഓരോ റൗണ്ട് പവർ റാങ്ക് എടുക്കാൻ നമുക്കിപ്പോ പവർ റാങ്കിങ് ആഫ്റ്റർ റൗണ്ടിൽ തന്നെ എടുക്കാം. ഇപ്പൊ ഏകദേശം എല്ലാ ടീമിന്റെയും കളിയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കാര്യങ്ങള്. അപ്പോ നമുക്ക് അത് പോയിന്റ് ടേബിൾ നോക്കാം. പോയിന്റ് ടേബിൾ പോയായിരിക്കില്ല പവർ റാങ്കിങ് ഉണ്ടാവും. എന്നാലും പോയിന്റ് ടേബിൾ നമുക്ക് നോക്കാം. പോയിന്റ് ടേബിൾ ഇപ്പോൾ 10ാം സ്ഥാനത്തുള്ള ടീം ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. 10 കളികളിൽ നിന്ന് 3 വിജയവും 7 പരാജയവും, അങ്ങനെ 6 പോയിന്റുകൾ. 10ാം സ്ഥാനത്ത് -0.934 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. 9ാം സ്ഥാനത്താവട്ടെ മുംബൈ ഇന്ത്യൻസ്. 10 കളികളിൽ നിന്ന് 3 വിജയവും 7 പരാജയവും തന്നെ. അവർക്കും 6 പോയിന്റ് ആണ്. പക്ഷെ അവർക്ക് -0.649 നെറ്റ് റൺ റേറ്റ് 9ാം സ്ഥാനത്താണ് ഉള്ളത്. 8ാം സ്ഥാനത്ത് ഡൽഹി ക്യാപിറ്റൽസ്. 11 കളികളിൽ 4 വിജയവും 7 പരാജയവും, 8 പോയിന്റ്, -1.154 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. ഇനിയിപ്പോ 7ാം സ്ഥാനത്തുള്ള KKR ആണ്. 10 കളികളിൽ നിന്ന് 4 വിജയവും 5 പരാജയവും. ഒരൊറ്റ ഒരു കളി മഴ പെയ്തൊരു പോയി നഷ്ടപ്പെട്ട പോയ കാഴ്ച കണ്ടില്ല. അങ്ങനെ 9 പോയിന്റുമായി അവർ -0.169 നെറ്റ് റൺ ഉള്ളവർ 7ാം സ്ഥാനത്തേക്കുമ്പോൾ 6ാം സ്ഥാനത്താണ് CSK. 10 കളികളിൽ നിന്ന് 5 വിജയവും 5 പരാജയവും, 10 പോയിന്റ് +0.151 നെറ്റ് റൺ റേറ്റുമായി അവർ 6ാമത് വെക്കുമ്പോൾ 5ാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ്. 10 കളികളിൽ നിന്ന് 6 വിജയവും 4 പരാജയവും, 12 പോയിന്റ്, -0.147 നെറ്റ് റൺ റേറ്റുമായി അവര് 5ാമത് വെക്കുമ്പോൾ 4ാം സ്ഥാനത്താണ് രാജസ്ഥാൻ റോയൽസ്. 10 കളികളിൽ നിന്ന് 6 വിജയവും 4 പരാജയവും, 12 പോയിന്റ്, +0.510 നെറ്റ് റൺ റേറ്റുമായി 4ാം സ്ഥാനത്ത് വെക്കുമ്പോൾ 3ാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 10 കളികളിൽ നിന്ന് 6 വിജയവും 4 പരാജയവും, 12 പോയിന്റ്, +1.234 നെറ്റ് റൺ റേറ്റും അവർ 3ാം സ്ഥാനത്ത് വെക്കുമ്പോൾ 2ാം സ്ഥാനത്ത് TVKS. 10 കളികളിൽ 6 വിജയവും 3 പരാജയവും, ഒരു കളി മഴ പെയ്ത് ഉപേക്ഷിക്കപ്പെട്ടു. അങ്ങനെ 13 പോയിന്റുമായി +0.571 നെറ്റ് റൺ റേറ്റുമായി അവർ 2ാമത് വെക്കുമ്പോൾ 1ാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. 11 കളികളിൽ നിന്ന് 7 വിജയവും 4 പരാജയവും, അങ്ങനെ 14 പോയിന്റ്, +0.737 നെറ്റ് റൺ റേറ്റുമായി 1ാമതാണ് SRH. ഇപ്പോൾ നമുക്ക് പവർ റാങ്കിങ്ങിലേക്ക് കടക്കാം. പവർ റാങ്കിങ് നമുക്കിപ്പോ ഏറ്റവും കുറവ് കിരീടം നൽകുന്ന ടീം ആരാണ്? 10ാം സ്ഥാനം നൽകുന്ന ടീം ലക്നൗ സൂപ്പർ ജയൻസ് തന്നെയാണ്. അതിന് കാരണം ശരിയാണ്, അവർ കഴിഞ്ഞ കളി വിജയിച്ചു. അതിനു മുമ്പ് ഒരുപാട് തുടർച്ചയായിട്ട് 5-6 തോറ്റിട്ട് കഴിഞ്ഞ കളി അവർ വിജയിച്ചിട്ടുള്ള കാര്യം മറക്കുന്നില്ല. കഴിഞ്ഞ കളി വരെ RCB ആക്കാണ് അവർ പണി കൊടുത്ത കാഴ്ച കണ്ടത്. അവർ ബാറ്റ് ചെയ്തിട്ട് 209 റണ്ണുകൾ ഇപ്രകാരം 13 ഓവർ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൗളിങ്ങിന് കാര്യത്തിൽ പ്രിൻസ് യാദവും മികച്ച ഇതിൽ പന്തുവരുന്നു. ഷമിയൊക്കെ മികച്ച ഇതിൽ പന്തുവരുന്ന കാഴ്ച കണ്ടില്ലേ? വിരാട് കോഹ്ലിയുടെ ഔട്ടാക്കിയ ബോൾ സ്പെല്ലൊക്കെ എടുത്ത് പറയണം. അതിപ്പോ ബോൾ ഓഫ് ദി ടൂർണമെന്റിലേക്ക് പലരും വിശ്വസിക്കുന്ന ബോളാണ് കോഹ്ലി ഔട്ടാക്കിയ ബോള്. എന്നാൽ പോലും അവരുടെ ടീമിൽ ഇപ്പൊ ഋത്തിൽ മാഷ്കയാണ് സിംഗിൾസ് കാര്യം മറക്കുന്നില്ല. എന്നാലും നിക്കോളാസ് പുനഃ യഥാർത്ഥ ടേബിളിൽ തിരിച്ചുകൊണ്ടുള്ള ഒരു സംശയത്തിലാണ്. ഋഷഭ് പന്ത് കഴിഞ്ഞ സമയം കളിച്ചു, ഒരു ഫിനിഷിംഗ് ടച്ചിൽ അദ്ദേഹം എടുക്കുന്ന കാഴ്ചയുണ്ട്. 10 ഗോൾ 30 അദ്ദേഹം എടുത്തു എന്ന് മറക്കുന്നില്ല. പക്ഷേ എന്നാലും LSGക്ക് ഇനിയുള്ള പോക്കും ബുദ്ധിമുട്ടല്ലേ? 10 കളി കഴിഞ്ഞ് ഇപ്പൊ 4 കളി ബാക്കിയില്ല. 4 കളി ജയിച്ചാൽ പോലും 14 പോയിന്റിലേക്ക് എത്താൻ പറ്റൂ. ഇപ്പോ 1ാം സ്ഥാനം SRH 14 പോയിന്റ് ഓൾറെഡി അയക്കില്ല. പിന്നെ TVKS RCBക്കൊക്കെ 13 പോയിന്റ് 2-3 സ്ഥാനങ്ങളുള്ള പെനിയിൽ അവരുടെ മുന്നിട്ടുള്ള പോക്ക് കുറച്ച് പ്രയാസമാണ്. അപ്പൊ നമുക്ക് 10ാം സ്ഥാനത്ത് LSGനെ കൊടുക്കാം. 9ാം സ്ഥാനം നമ്മൾ നൽകുന്ന ടീം ആരറിയോ? മുംബൈ ഇന്ത്യൻസ് ആണ്. നമ്മള് ആദ്യമൊക്കെ പവർ റാങ്കിൽ 1ാം സ്ഥാനം ടീമാണ് മുംബൈ ഇന്ത്യൻസ്. ഇപ്പോ 9ാം സ്ഥാനം മുംബൈക്ക് നമ്മൾ കൊടുക്കുന്നത്. അതിന് കാരണം അവരും 10 കളികളിൽ നിന്ന് 3 വിജയവും 7 പരാജയവും. അവർക്ക് ശരിയാണ്, കഴിഞ്ഞ കളി എല്ലാ ടീം തോൽപ്പിച്ചാണ് അവർ വരുന്ന കാര്യം മറക്കുന്നില്ല. പക്ഷെ ഇനിയുള്ള അവരുടെ മുന്നോട്ടുള്ള പോക്ക് കുറച്ച് പ്രശ്നത്തിലാണുള്ളത്. കാരണം അവർക്കിപ്പോ ഹിറ്റ്മാൻ തിരിച്ചു ഇതാണ് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫോം. അടുത്ത കളി ഇപ്പൊ സൂര്യകുമാർ യാദവർക്ക് ചിലപ്പോൾ കളിക്കാൻ സാധ്യത കുറവാണ്. ഇപ്പൊ ഫോമൗട്ടിലാണ് എന്ന കാര്യം മറക്കുന്നില്ല. പിന്നെ ഹാർദിക് പാണ്ഡ്യയും ഒരുപക്ഷെ കളിക്കില്ല, അദ്ദേഹത്തിന് ഇഞ്ചുറിയാണ് എന്ന കാര്യം കൂടി ഓർക്കണം. അപ്പൊ അങ്ങനെ ആ ഒരു ടീം 1ാമത് അവരുടെ ടീം കൂടുതൽ ഷഫിൾ ചെയ്ത ടീമാണ്. ഒരുപക്ഷെ നാളെ 2 പേരുള്ളവരും കൂടുതൽ ഷഫിളിംഗിലേക്ക് അവർ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ടീം വിന്നിംഗ് കോമ്പിനേഷൻ എത്രത്തോളം മാറ്റം വരുത്താൻ സാധ്യതയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകുന്ന പോക്ക് അവർക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവര് നമ്മള് 9ാം സ്ഥാനത്താണ് നമുക്കിപ്പോ മുംബൈനെ കൊടുക്കുന്നത്. 8ാം സ്ഥാനം നമ്മൾ നൽകുന്ന ടീം ഡൽഹി ക്യാപിറ്റൽസിനാണ്. 11 കളി കളിച്ചിട്ട് അവർ 4 വിജയം, തുടരെ തോൽവികളാണ്. ആദ്യം 3 കളി ജയിച്ചിട്ട് വരുന്ന ടീമാണ്. പിന്നിലെ 8 കളി ഒറ്റ കളി മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അത് കാര്യങ്ങൾ ഓർക്കണം.
ഇന്നലെ അവർ കളിച്ച കളി കണ്ടില്ലേ, 142 എത്തിയത്. യഥാർത്ഥത്തിൽ ഒരു 170 എടുക്കാൻ പറ്റുമെന്ന ടോട്ടലായിരുന്നു പിച്ചായിരുന്നത്. കാരണം 5 ഓവറിൽ ഡൽഹി എടുത്ത റൺസ് 12 റൺസ്, അതായത് 11, 12, 13, 14, 15, 5 ഓവർ എടുത്ത റൺസ് 12 റൺസ്. അസുതോഷ് ശർമ്മയും നമ്മൾ അക്ഷർ പട്ടേലൊക്കെ ഉണ്ടാകുമ്പോൾ റൺസിന്റെ കാര്യം ഓർക്കണം. ബൗളിംഗ് കളിച്ച് വിളിച്ചത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് NBD മാത്രമാണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന് അടിപൊളി കാഴ്ച കണ്ടില്ലേ. പിന്നെ ഇപ്പൊ കുൽദീപ് യാദവ് ഒക്കെ വളരെ ഫോമൗട്ടിലാണ് ഇപ്പോൾ, അത് ഓഫ് കളറാണ് ഇപ്പോ. അദ്ദേഹത്തിന് ഇന്നലെ ഇറക്കി അദ്ദേഹം നല്ല അടിയങ്ങൾ കൊണ്ടില്ലേ. അപ്പൊ ഡൽഹിയുടെ സാധ്യത പോക്കറ്റ് NBDയും സ്റ്റാർട്ടും കുറച്ച് ഇത്തിരി വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അവർക്ക് ഇനിയും വരാനുള്ള ബുദ്ധിമുട്ടാണ് മുന്നോട്ടുള്ള പോക്ക്. നമ്മളിപ്പോ 7ാം സ്ഥാനം നൽകുന്ന ടീമായിരിക്കാണല്ലോ ചെന്നൈ സൂപ്പർ കിങ്സ്. നമ്മൾ 7ാം സ്ഥാനം കൊടുക്കുന്നത് 10 കളിയിൽ 5 വിജയം CSK ഉണ്ട്. ശരിയാണ്, മറക്കുന്നില്ല. എന്നാൽ പോലും CSK നമ്മൾ 7ാം സ്ഥാനം കൂടെ കൊടുക്കുന്നത്. അതിന് കാരണം ഓവർ ഡിപ്പെൻഡൻസും സഞ്ജു സാംസണാണ്. ഇത് 5 കളി ജയിക്കുന്ന കാര്യം മറക്കുന്നത്. അതിൽ 4 കളിയിലും സഞ്ജു ആണ് മാൻ ഓഫ് ദ മാച്ചിന്റെ കാര്യം ഓർക്കണം. മാൻ ഓഫ് ദ മാച്ച് 2 കളി സെഞ്ചുറി അടിച്ച് 50% കളിച്ചിട്ടില്ലേ. അപ്പൊ സഞ്ജു കളിച്ചാൽ CSK ജയിക്കും, ഇല്ലെങ്കിൽ പരാജയമാണ്. ഒരു കളി വരാൻ ജയിക്കുന്നത് ജയിപ്പിക്കുന്ന കാര്യം മറക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരിക്കലും ബുദ്ധിമുട്ടാണ്. ഒരു 10 കളിയിൽ 10 പോയിന്റിലെ ടീമാണ്. നമ്മള് മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ അവർക്ക് സാധ്യതയുണ്ട്. കാരണം 4 കളി 4 കളിക്ക് 18 പോയിന്റ് അവർക്ക് എത്താൻ പറ്റും. പക്ഷെ ഇനി അടുത്ത കളി 2 കളി എല്ലാത്തോടും അങ്ങനെ അവരുടെ കളിയിൽ വരാൻ പോകുന്നത് ഒരു സൺറൈസിനുള്ളിൽ അങ്ങനെ അവരുടെ കളിയിൽ വരാൻ പോകും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ CSKക്ക് നമ്മളിപ്പോ 7ാം സ്ഥാനം കൊടുക്കുമ്പോൾ 6ാം സ്ഥാനം നൽകുന്ന ടീം ആരാണെന്നറിയോ? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. എന്തുകൊണ്ട് KKR 6ാം സ്ഥാനം? തുടരെ വിജയികളാണ്. 4 വിജയം അവർ സ്വന്തമാക്കുന്ന കാഴ്ച കണ്ടിപ്പോ. എല്ലാവർക്കും പണി കൊടുത്ത് പോയാൽ KKR. അതാണ് ഏതൊക്കെ ടീം പറഞ്ഞാൽ KKR പണി കൊടുത്തുകൊണ്ട് വെക്കുന്നുണ്ട്. അവരിപ്പോ 4 കളി കണ്ടിന്യൂസ് ആയിട്ട് വിജയിക്കുന്നുണ്ട്. IPL അങ്ങനെ വിജയിച്ച ടീം SRH മാത്രമേ ഉള്ളൂ. 5 കളി തുടർച്ചയായി വിജയിക്കുന്നു. ഇപ്പോൾ KKR തുടർച്ചയായിട്ട് 4 കളി വിജയിച്ചു വരുന്ന ടീമാണ്. അവർ ഇന്നലെയും പൊട്ടിച്ചു. BCA ആണ് അവർ പരാജയപ്പെടുത്തിയത്. അവർക്ക് ഇപ്പൊ പിന്നെ ഫോമിലേക്ക് വന്നു. പിന്നെ അവരുടെ ബൗളിംഗിൽ സുനിൽ നരേൻ സ്പിന്നർ, അദ്ദേഹം മാത്രം മതി ടീം ജയിപ്പിക്കാൻ. അദ്ദേഹത്തിന് 4 ഓവറിൽ 20 റൺസ് ഒക്കെ അദ്ദേഹം വിട്ടുകൊടുക്കുന്നുള്ളൂ ഇപ്പോ. അപ്പൊ KKR 6ാം സ്ഥാനം കൊടുക്കുന്നുണ്ട്. 5ാം സ്ഥാനം നൽകുന്ന ടീം ആരാണോ? ഗുജറാത്ത് ടൈറ്റൻസ്. എന്തുകൊണ്ട് GTക്ക് 5ാം സ്ഥാനം? GTക്ക് 5ാം സ്ഥാനം എന്ന് വെച്ചാൽ GT ഇപ്പൊ 10 കളി 6 വിജയം 4 പരാജയം 12 പോയിന്റ് ഉണ്ട്. അവർക്ക് ഇന്നിപ്പോ രാജസ്ഥാനോട് കളിയുണ്ട്. അപ്പൊ GT നല്ല രീതിയിൽ ഇപ്പൊ കളിച്ചു വരുന്ന ടീമാണ്. അക്കാര്യത്തിൽ സംശയങ്ങളൊന്നും വേണ്ട. GTയുടെ കാര്യത്തിലേക്ക് വന്നാൽ GT ബാംഗ്ലൂരിനൊക്കെ അനായാസമായിട്ട് പരാജയപ്പെടുത്തി വരുന്ന ടീമല്ലേ GT. പിന്നെ അവരുടെ കാര്യത്തിലേക്ക് വന്നാൽ അവർക്കിപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ ജോസ് ബട്ട്ലർ മികച്ച ഫോമിലാണ്, സായി കൃഷ്ണ നല്ല ഫോമിലുണ്ട്. പിന്നെ ബൗളിങ്ങിന്റെ കാര്യത്തിൽ എല്ലാവരും നല്ല ഫോമിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പോ. അതുകൊണ്ട് GTക്ക് നമ്മള് 5ാം സ്ഥാനമാണ് ഇപ്പൊ നിലവിൽ കൊടുക്കുന്നത്. അവർ കഴിഞ്ഞ കളി PBK പരാജയപ്പെടുത്തി, അത് കാര്യങ്ങൾ ഓർക്കണം. പഞ്ചാബിനെ പരാജയപ്പെടുത്തി വരുന്ന ടീമാണ് GT എന്ന കാര്യം കൂടി മറക്കേണ്ടതില്ലല്ലോ. നമ്മൾ 4ാം സ്ഥാനം നൽകുന്ന ടീം രാജസ്ഥാൻ റോയൽസ് ആണ്. അവർക്ക് 12 പോയിന്റാണ്. പക്ഷേ ഒരു നെറ്റ് റേഞ്ചിൽ അവർ കുറച്ച് ഇപ്പം മുമ്പോട്ടാണ് ഉള്ളത്. ഇപ്പൊ അതുകൊണ്ടാണ് 4ാം സ്ഥാനം കൊടുക്കുന്നത് നമ്മളിപ്പോ. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? രാജസ്ഥാൻ ഡൊണോവൻ ഫെരേര എല്ലാ കളിയും അദ്ദേഹം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. മികച്ച രീതിയിലാണ് ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അദ്ദേഹത്തിന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മിഡിൽ ഓർഡറിൽ അദ്ദേഹം മിഡിൽ ഓവേഴ്സിൽ വന്നിട്ട് അല്ലെങ്കിൽ ഫിനിഷിംഗ് മികവിലൊക്കെ വന്നിട്ട് അദ്ദേഹം മികച്ച രീതിയിൽ മികവ് കാട്ടുന്നുണ്ട്. ഇപ്പോ ആ ഫിനിഷിംഗ് സൈഡിലൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന് ഇപ്പൊ നമ്മളിപ്പോ രാജസ്ഥാൻ ഇപ്പൊ 4ാം സ്ഥാനം കൊടുക്കുമ്പോൾ 3ാം സ്ഥാനം നമ്മൾ നൽകുന്ന ടീം ആരാണെന്നറിയോ? പഞ്ചാബ് കിങ്സ് ആണ്. നമ്മൾ ഒരുപാട് പവർ 1ാം സ്ഥാനം നൽകിയ ടീമാണ് PBKs. പക്ഷെ നമ്മളിപ്പോ 3ാം സ്ഥാനമാണ് PBKs ഉണ്ടവർ. കാരണം തുടർച്ചയായിട്ട് 3 തോൽവികൾ അവർ തോറ്റു. അവർ GTയോട് പരാജയപ്പെട്ടു, രാജസ്ഥാനോട് പരാജയപ്പെട്ട SRHയോട് അവർ പരാജയപ്പെട്ടു. അങ്ങനെ തുടർച്ചയായി 3 പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന ടീം. അവർക്ക് ഫസ്റ്റ് ബാറ്റ് ഡിഫൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ കഴിഞ്ഞ കളി ഒരു ചേസ് ചെയ്യുമ്പോഴും സ്ട്രഗിൾ ചെയ്ത കാഴ്ച കണ്ടില്ലേ. SRH 20-30 റൺസ് ചേസ് ചെയ്യുമ്പോൾ അവർക്ക് പറ്റുന്നില്ല. പക്ഷെ ശരിയാണ്, അവർ 200 ഒക്കെ എത്തിക്കുന്ന കാര്യം മറക്കുന്നില്ല. കൂപ്പർ കനോളിയുടെ സൂപ്പർ പോരാട്ടം 100 റൺസ് കഴിയുമ്പോഴെടുക്കുന്ന കാഴ്ച ഉണ്ട് കൂപ്പർ കനോളി എന്ന കാര്യം നമ്മൾ മറക്കേണ്ടതില്ല. പക്ഷെ ഇനി PBKs ഇപ്പോ തുടരാൻ തോൽവികളാണ് തോറ്റുകൊണ്ടിരിക്കുന്നത്. അവർക്കത് ഇനിയിപ്പോ ടീം തളിച്ചു പണിയൊക്കെ ചെയ്യേണ്ടി വരുമെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. കാരണം അവർക്ക് ടോപ്പ് ഓർഡർ ഇപ്പൊ ഫിറ്റ് ആവുന്നില്ല. അയ്യറും കൃത്യമാണ് പ്രിയാൻശാരിയും പവർ പ്ലേയിൽ തന്നെ പോകുന്നു. പിന്നെ സ്റ്റോയിനസും സൂര്യാൻസും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തതിന്റെ കാര്യം മറക്കുന്നില്ല. ബൗളിങ്ങിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ. പക്ഷെ അതിനെക്കാട്ടും ഫീൽഡിംഗ് ആണ് അവരുടെ. അവർക്ക് എത്രയാണ് അവർ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ കണ്ടില്ലേ, 5-4 ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്ത് വാങ്ങിയത്. അപ്പൊ ഫീൽഡിംഗ് അവർക്ക് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പരിഹരിച്ച് അവർക്ക് മുന്നോട്ട് പോയാൽ പറ്റും. എന്നാൽ പോലും അയ്യരുടെ കീഴിൽ
കിരീടത്തിലേക്ക് പോയി അത്ഭുതപ്പെടാനൊന്നുമില്ല. രണ്ടാം സ്ഥാനം നൽകുന്ന ടീം ആരാണെന്നറിയോ? റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാണ്. RCBക്ക് അപ്പോൾ രണ്ടാം സ്ഥാനം. RCB ഇപ്പോ 10 കളി 6 വിജയം, 15 എല്ലാം കൂടി പരാജയപ്പെടുന്ന കാഴ്ചയുണ്ട്. പക്ഷേ എന്നാലും അവർക്ക് അത് അവസാന ഘട്ടത്തിൽ റൊമാരിയോ ഷെപ്പേർഡും പണ്ടേമാരും അത് പറഞ്ഞില്ലേ, ഷെപ്പാർഡാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചത്. അദ്ദേഹത്തിന് ഹിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് അങ്ങ് അടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഷെപ്പേർഡിന് അവസാനമാകുമ്പോൾ അടിക്കാൻ പറ്റാതെ പോയിട്ട് ഇന്ത്യയുടെ ചുണാൽപ്പാട് അടിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കളിയായിരുന്നു അത്. ഷെപ്പേർഡിന് അവസാന ഘട്ടത്തിൽ എന്തോ പറ്റിയത് ഒരു ദിവസത്തെ പ്രശ്നമായിരിക്കാം ചിലപ്പോ. നമ്മളിപ്പോ രണ്ടാം സ്ഥാനമാണ് RCB കൊടുക്കുക. ഒന്നാം സ്ഥാനം നൽകിയ പറയുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. SRH ഇപ്പൊ പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനത്താണ്. 11 കളികൾ 7 വിജയം, തുടർച്ചയായിട്ട് 5 വിജയിച്ച് വരുന്ന ടീം. അതുവേണ്ടി KKR പരാജയപ്പെട്ടു. പക്ഷേ ഇന്നലെ PDKS പണിയെടുക്കുന്ന കാഴ്ച കണ്ടില്ല. ഇന്നലെ 2 ദിവസം മുമ്പ് PDKS പണിയെടുക്കുന്ന കാഴ്ച കണ്ടില്ലേ? മികച്ച രീതിയിൽ ഒരു ബാറ്റിംഗ് കൊണ്ടുപോകും. ഇപ്പോ ബാറ്റിംഗ് ആയാലും ബോളിംഗ് ആയാലും ഫീൽഡിംഗ് ആയാലും SRH ഇപ്പൊ പുലികളാണ്. അഭിഷേക് ശർമ്മ ട്രാവിസ് ഹെഡും കൂടെ ചേർന്ന് തുടങ്ങും. നിഷാന്ത് കിഷൻ താണ്ഡവമാടും. ഹെൻറി ക്ലാസിന്റെ കാര്യം എന്താ പറയേണ്ടത് അറിയില്ല. അദ്ദേഹം ഈ സീസണിൽ ഇത്രയധികം കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന വേറൊരു പ്ലെയർ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. 5 ഹാഫ് സെഞ്ചുറി അദ്ദേഹം അടിക്കുന്ന ആഴ്ച കണ്ടില്ലേ? മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബൗളിങ്ങിന്റെ കാര്യത്തിൽ ഇഷാൻ മല്ലിക മികച്ച രീതിയിൽ പന്തിരുന്നത്. പാറ്റ് കമ്മിൻസ് ലോകത്തെ മികച്ച ബോളറായ പാറ്റ് കമ്മിൻസ് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഷക്കീബ് ഹുസൈനും ഹർഷൽ പട്ടേൽ ഇപ്പൊ തിരിച്ചു വന്നത് കൂടുതൽ ആഡഡ് പോസിറ്റീവാണ് അവർക്ക്. പിന്നെ ശിവകുമാർ, ഹർഷ് 2 ഡൊമസ്റ്റിക് ക്രിക്കറ്ററാണ്. അവർ അടി വാങ്ങുന്ന കാര്യം മറക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും ക്രൂഷ്യൽ വിക്കറ്റ് അവർക്ക് എടുക്കാൻ സാധിക്കുന്നത്. നിതീഷ് കുമാർ റെഡ്ഡി ബോൾ വേണ്ടിക്ക് ബോൾ, ഫീൽഡ് കൊണ്ടാണ് ഫീൽഡ് കൊണ്ട്, ബാറ്റ് കൊണ്ടാണ് ബാറ്റ് കൊണ്ട്. അദ്ദേഹം SRH ഏത് റോൾ വേണമെങ്കിലും ജയിപ്പിക്കാൻ തയ്യാറാക്കിയിരുന്ന പ്ലെയർ ആണ് നിതീഷ് കുമാർ റെഡ്ഡി. അപ്പോ പാറ്റ് കമ്മിൻസിന്റെ കീഴിൽ SRH രണ്ടാമത്തെ തവണ കിരീടത്തിലേക്ക് പോയാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. നമ്മുടെ പോറങ്കിയാണ്. അപ്പൊ പോറങ്കി പെട്ടെന്ന് പറഞ്ഞ പോലെ നമുക്ക് 10ാം സ്ഥാനം LSG കൊടുക്കുമ്പോൾ 9ാം സ്ഥാനം മുംബൈ ഇന്ത്യൻസ് കൊടുക്കുന്നു. 8ാം സ്ഥാനം DCക്കും 7ാം സ്ഥാനം CSKക്കും 6ാമത് KKR വരുമ്പോൾ 5ാമത് GT, 4ാമത് രാജസ്ഥാൻ, 3ാമത് പഞ്ചാബ്, 2ാമത് RCB, 1ാമത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. അപ്പൊ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണ് നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ ക്രിക്കറ്റിനെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വീട്ടിലെത്താം.